സർക്കാരിന് മുഖ്യമന്ത്രിക്കും നോട്ടീസ് എന്നുള്ളതാണ്. സർക്കാരിനെ സംബന്ധിച്ച് സർക്കാർ എന്ത് മറുപടി നൽകുമെന്നുള്ളതാണ്. കാരണം ഇലക്ഷൻ ഗിമിക്സ് അതിര് കടക്കുന്നതാണ്. രണ്ടാമത്തെ പ്രഹരമാണ്. ആലോചിക്കണം, സർവേ, നവകേരള സർവേ, അന്ന് ഇതേ രീതിയിൽ നമ്മൾ ഒക്കെ തന്നെ ആശങ്ക രേഖപ്പെടുത്തി. സർക്കാർ അത് ചെവിക്കൊണ്ടില്ല, ചെവിക്ക് പിടിച്ചു ഹൈക്കോടതി. ഇന്നിപ്പോൾ ഇതാ ഈ പറയുന്ന ഡേറ്റ ചോർച്ചയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ അത് കൺസേൺ രേഖപ്പെടുത്തി, ആശങ്ക രേഖപ്പെടുത്തി സെക്രട്ടേറിയറ്റ് ജീവനക്കാരൻ തന്നെ ഹൈക്കോടതിയെ സമീപിക്കുന്നു. ബിനിൽ ചേരുന്നുണ്ട്. ബിനിൽ, ഈ വെള്ളിയാഴ്ച കേസ് വീണ്ടും പരിഗണിക്കുമെന്ന് ഉള്ള അപ്ഡേഷനാണ് ബിനിൽ നൽകിയിട്ടുള്ളത്. മറ്റെന്താ കാര്യങ്ങൾ നമുക്ക് നേരത്തെ പറഞ്ഞതിനപ്പുറത്തേക്ക് കൂട്ടിച്ചേർക്കാനുണ്ട്? പ്രജീഷ, നമുക്ക് കൂടുതലായി പറയാനുള്ളത് വെള്ളിയാഴ്ചത്തേക്ക് ഹർജി മാറ്റിയിരിക്കുന്നു. അവിടെ സംസ്ഥാന സർക്കാർ തന്നെ കോടതിയിൽ ഉറപ്പ് നൽകിയിരിക്കുന്നു. ഇനി മെസ്സേജുകൾ അയക്കില്ല എന്ന ഉറപ്പ് കോടതിയിൽ നൽകി. ആ ഉറപ്പ് കൂടി രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഹൈക്കോടതി ഈ ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നതിൽ സർക്കാരിനും മുഖ്യമന്ത്രിക്കും ഹൈക്കോടതിയുടെ നോട്ടീസ് നൽകിയിരിക്കുന്നു. അഞ്ചാമത്തെ എതിർകക്ഷിയാണ് മുഖ്യമന്ത്രി ഈ കേസിൽ. ഈ എതിർകക്ഷികൾക്ക് എല്ലാവർക്കും നോട്ടീസ് അയച്ചിരിക്കുന്നു. ഇതിൽ കാര്യങ്ങൾ വ്യക്തമാക്കണം, അതായത് കോടതിയെ ബോധ്യപ്പെടുത്തണം ഒരു ഡാറ്റ ലീക്കേജ് ഉണ്ടായിട്ടില്ല, വ്യക്തി വിവരങ്ങൾ പുറത്തു പോയിട്ടില്ല എന്ന കാര്യം ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തണമെന്ന നിലപാടാണ് സിംഗിൾ ബെഞ്ച് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് കോടതി ഇനി ആർക്കും ഇതേ രീതിയിൽ മെസ്സേജുകൾ പോവരുത് എന്ന് കൃത്യമായി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അവിടെ സർക്കാർ പറഞ്ഞിരിക്കുന്നത് ഈ കേന്ദ്ര സർക്കാർ അടക്കം ഇത്തരത്തിൽ ജീവനക്കാർക്ക് മെസ്സേജുകൾ അയക്കാറുണ്ട് എന്നതാണ് സംസ്ഥാന സർക്കാർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കോടതി അതിലൊന്നും തൃപ്തരായിട്ടില്ല. കാരണം കോടതിക്ക് ബോധ്യപ്പെടാനുള്ളത് ഈ സർക്കാർ ജീവനക്കാരുടെ സ്വകാര്യ വിവരങ്ങൾ, അവരുടെ മൊബൈൽ ഫോൺ നമ്പറുകൾ അടക്കമുള്ള വിവരങ്ങൾ പുറത്താരുടെയെങ്കിലും കയ്യിൽ പോയിട്ടുണ്ടോ, സർക്കാർ സംവിധാനത്തിന് പുറത്തേക്ക് പോയിട്ടുണ്ടോ എന്നതാണ് കോടതിക്ക് അറിയേണ്ടത്. അതോടൊപ്പം തന്നെ ഈ ജീവനക്കാർ ഈ ഫോൺ നമ്പറുകളും മറ്റു വിവരങ്ങളും ഒക്കെ തന്നെ കൈമാറുമ്പോൾ സർക്കാരിന് അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത് ഉപയോഗിക്കാം എന്ന ഉറപ്പോടുകൂടിയാണ് നൽകുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് അത് രാഷ്ട്രീയ പ്രചാരണത്തിനോ മറ്റേതെങ്കിലും ഇപ്പോൾ ഹർജിക്കാരൻ ചൂണ്ടിക്കാണിച്ചതുപോലെ PR ഏജൻസികളുടെ കൈകളിലേക്കോ പോയിട്ടുണ്ടോ ഇല്ലയോ എന്നതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് കോടതി പറയുന്നത് പ്രഥമ ദൃഷ്ട്യാ ഇത്തരത്തിലുള്ള സർക്കാരിന്റെ എല്ലാ കാര്യങ്ങളും PR ഏജൻസികൾ നടത്തുന്നു എന്ന വിമർശനം വരുമ്പോഴാണ് ഓരോ ജീവനക്കാരെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉണ്ടാകില്ലേ? അവന്റെ ഈ നമ്പർ, അവൻ സ്വകാര്യമായി വെക്കുന്ന നമ്പർ, അത് ഏതെങ്കിലും ഒരു തരത്തിലേക്ക് വയലേറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് ഈ സർക്കാരിന് കാണാൻ കഴിഞ്ഞില്ല എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അവിടെയാണ് ഹൈക്കോടതി പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഒരു കാര്യം കൂടി ബിനിൽ, കാരണം ഇനി ഈ മെസ്സേജ് അയക്കരുത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ നവകേരള ഈ സർവേയുമായി ബന്ധപ്പെട്ട് എന്നാണ് ഈ കോടതിയുടെ ഇടപെടൽ വരുന്നത്. അതിനോടകം തന്നെ അതിന്റെ അന്തിമ പൂർത്തീകരണത്തിലേക്ക്, ആ പ്രോജക്റ്റിന്റെ പൂർത്തീകരണത്തിലേക്ക് കടക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇടപെടൽ വരുന്നത്. ഇപ്പോഴിതാ മെസ്സേജ് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും, എനിക്ക് തോന്നുന്നു അതിന്റെ ഡേറ്റാസിന് കൃത്യമായി എന്റെ കൈവശമില്ല, ഏകദേശം എല്ലാവർക്കും പോയിരിക്കാം. അപ്പോഴാണ് കോടതിയുടെ ഇടപെടൽ വരുന്നത്. ഇനി ഞങ്ങൾ അയക്കില്ല എന്ന് പറയുമ്പോൾ രണ്ടിനും ഒരു സമാന സ്വഭാവമുണ്ടല്ലോ ബിനിൽ. തീർച്ചയായും ഒരുവിധപ്പെട്ട എല്ലാ സർക്കാർ ജീവനക്കാർക്കും ഈ മെസ്സേജ് കിട്ടിക്കഴിഞ്ഞു എന്ന് വേണം നമ്മൾക്ക് മനസ്സിലാക്കാൻ. കാര്യം ഇത് ഒരുമിച്ച് ബൾക്കായിട്ട് അയച്ചിരിക്കുന്ന മെസ്സേജാണ്. ബൾക്ക് മെസ്സേജിംഗ് സംവിധാനം ഉപയോഗിച്ചാണ് ഈ മെസ്സേജൊക്കെ പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇത് നടന്നു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ ഡാറ്റ ലീക്കേജിന് ഇപ്പോൾ ഈ ഹർജിക്കാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കി നൽകണമെന്നൊരു ആവശ്യം കൂടി ഹൈക്കോടതിയിൽ മുന്നോട്ട് വച്ചിട്ടുണ്ട് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവിടെ സർക്കാരിന് വെള്ളിയാഴ്ച എന്ത് വിശദീകരണമാണ് നൽകാനുള്ളത്? അതായത് ഇവരുടെ സ്വകാര്യ വിവരങ്ങൾ പുറത്തു പോയിട്ടില്ല, അല്ലെങ്കിൽ തങ്ങൾക്ക് ലഭ്യമായ അവകാശങ്ങളുടെ അടിസ്ഥാനത്തിൽ സർക്കാർ സംവിധാനങ്ങൾ ആ വിവരങ്ങൾ ഉദ്യോഗസ്ഥരെ അറിയിക്കുക മാത്രമാണ് ചെയ്തത് എന്ന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല എങ്കിൽ ഒരുപക്ഷെ സർക്കാരിന് വലിയ തിരിച്ചടി ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടാകാം. ഇപ്പോൾ ഈ മെസ്സേജുകൾ ഇനി അയക്കില്ല എന്നത് കോടതിക്ക് ഉറപ്പ് കൊടുക്കേണ്ടി വന്നു. അവിടെ വെച്ച് ഈ കാര്യം അവസാനിക്കില്ല. ഡാറ്റ ലീക്കേജ് ഉണ്ടായിട്ടുണ്ടോ എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ അതിൽ മറ്റ് നടപടികളിലേക്ക് കോടതി പോകാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നഷ്ടപരിഹാരം അടക്കമാണ് ഹർജിക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആ നഷ്ടപരിഹാരം ഈടാക്കി നൽകണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ എന്തായിരിക്കും ഹൈക്കോടതിയുടെ തീരുമാനം എന്നതും പ്രസക്തമാണ്. ഇവിടെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് കേന്ദ്ര സർക്കാർ അടക്കം ഇത്തരത്തിൽ ജീവനക്കാർക്ക് മെസ്സേജുകൾ അയക്കാറുണ്ട്. തങ്ങളും ആ രീതിയിലാണ് മെസ്സേജ് അയച്ചത് എന്നതാണ് ഇതിനെക്കുറിച്ച് സർക്കാരിന് ഇന്ന് കോടതിയിൽ വിശദീകരിക്കാനുണ്ടായിരുന്നത്. ഡാറ്റ ലീക്കേജ് ഉണ്ടായിട്ടില്ല, വ്യക്തിവിവരങ്ങൾ പുറത്തു പോയിട്ടില്ല തുടങ്ങിയ വാദങ്ങളും പ്രഥമദൃഷ്ട്യാ കോടതിയിൽ സർക്കാരിന്റെ ഭാഗമായിട്ട് വരികയും ചെയ്തു. പക്ഷേ കോടതിക്ക് ഇതിനകത്ത് ഒരുപാട് സംശയങ്ങളുണ്ട്. കാരണം മുഖ്യമന്ത്രിയുടെ പേരിൽ ബൾക്ക് മെസ്സേജുകൾ പോകുന്നു. ഈ വിവരങ്ങൾ എങ്ങനെ ആർക്ക് കിട്ടി, ആരാണ് ഈ മെസ്സേജ് അയക്കുന്നത്
കോടതി ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതാണ്. ആരാണ് ഈ മെസ്സേജ് അയക്കുന്നത്? മെസ്സേജ് അയക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസോ അല്ലെങ്കിൽ ഏതെങ്കിലും സർക്കാർ സംവിധാനമാണോ, അതോ പുറത്തേതെങ്കിലും PR ഏജൻസിയാണോ അയക്കുന്നത്? ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒരു PR ഏജൻസിയാണ് ഹർജിക്കാർ ആരോപിക്കുന്നത് പോലെ ഈ മെസ്സേജുകൾ അയക്കുന്നതെങ്കിൽ അവിടെയാണ് പിന്നിൽ സംശയങ്ങൾ ബലപ്പെടുന്നത്. സ്പാർക്ക് എന്നത് ശമ്പള സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ടതാണ്. ആ സോഫ്റ്റ്വെയറിലെ ഈ ഡേറ്റാസ് പുറത്തു പോകുന്നെങ്കിൽ അവിടെ ഈ പറയുന്ന IT മിഷൻ എന്ന സർക്കാരുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഏജൻസി അടക്കം റോളുണ്ട്. അപ്പോൾ ഈ IT മിഷൻ ആരാണ് അങ്ങനെയെങ്കിൽ ഇത് ഇവിടെ നിന്ന് കൈമാറ്റപ്പെട്ടു ഏതെങ്കിലും സ്വകാര്യ കമ്പനികൾക്കോ? ഇപ്പോൾ ഈ പറയുന്ന നമ്മോട് സംസാരിച്ച ഹർജിക്കാരന്റെ പ്രധാനപ്പെട്ട ഒരു ആശങ്ക എന്ന് പറയുന്നത് ഇത് മറ്റൊരു PR ഏജൻസിക്ക് വല്ലതും കൈമാറിയിട്ടുണ്ടാണോ? അങ്ങനെയെങ്കിൽ വലിയ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഒന്നോ രണ്ടോ ചില്ലറയല്ല, എത്ര ബൾക്കായിട്ടുള്ള മെസ്സേജുകൾ എത്രയോ ആയിരങ്ങൾക്ക് എത്തുകയാണ്, എത്രയോ ആളുകൾക്ക് എത്തുകയാണ്. ഇപ്പോൾ അവരുടെ വിവരങ്ങൾ പുറത്തേക്ക് പോകുന്നില്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? പിന്നിൽ അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. കോടതി ചോദിച്ചൊരു കാര്യം, നിങ്ങൾ കുറച്ചു പേരുടെ വിവരങ്ങൾ മാത്രം എടുത്ത് അവർക്ക് മാത്രമായി മെസ്സേജുകൾ അയച്ചിരിക്കുന്നു. ഇതുപോലെ മെസ്സേജ് അയക്കുമ്പോൾ ആ മെസ്സേജ് സ്വീകരിക്കുന്നവരുണ്ടല്ലോ, അവർക്ക് അവകാശമുണ്ട്. അവരുടെ വിവരങ്ങൾ പുറത്തു പോകരുതെന്നുള്ള, ഡാറ്റ ലീക്കേജ് ഉണ്ടാകരുതെന്നുള്ള, അവരുടെ സ്വകാര്യത സംരക്ഷിക്കണമെന്ന അവരുടെ അവകാശമുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഓരോരുത്തർക്കുമുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു റൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഏത് മെസ്സേജ് സ്വീകരിക്കണം സ്വീകരിക്കേണ്ട എന്ന് തീരുമാനിക്കാനുള്ള അവകാശം കൂടി നമുക്കുണ്ട്. ഇത് നമ്മളുടെ ഫോണിലേക്ക് ഇത്തരത്തിലുള്ള മെസ്സേജുകൾ അയക്കുകയാണ് ചെയ്യുന്നത്. അതാണ് കോടതി ചോദിച്ചത്. അവർക്ക് ഈ മെസ്സേജിനൊരു താല്പര്യമില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അതുകൊണ്ടാണ് നമുക്ക് ആവശ്യമില്ലാത്ത മെസ്സേജുകൾ ഒഴിവാക്കാനായിട്ടുള്ള ഒരു സംവിധാനം ട്രായ് തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്ന രാജ്യത്ത്. നമുക്ക് സർവീസ് പ്രൊവൈഡർമാരോട് നമുക്ക് പ്രൊമോഷണൽ കോൾസുകൾ വേണ്ട, അല്ലെങ്കിൽ പ്രൊമോഷണൽ മെസ്സേജുകൾ വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. ഇപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പേരിൽ, CMOയുടെ പേരിൽ ബിസിനസ് അക്കൗണ്ടിൽ നിന്ന് ഇത്തരത്തിൽ വ്യാപകമായി ഒരു വിഭാഗം സർക്കാർ ജീവനക്കാർക്ക് ഇത്തരത്തിൽ മെസ്സേജുകൾ പോയിരിക്കുന്നത്. ആ മെസ്സേജ് കിട്ടിയ എല്ലാവർക്കും ഈ മെസ്സേജിനോട് താല്പര്യമുണ്ടാവില്ല, അവർക്ക് ഇത് അറിയാനുള്ള താല്പര്യമുണ്ടാവില്ല. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് എന്തിനു വേണ്ടി നിങ്ങൾ ഈ മെസ്സേജ് അയച്ചു എന്ന ചോദ്യമാണ് ഇന്ന് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ഭാഗത്ത് നിന്ന് സർക്കാരിനെതിരെ ഉയർന്നു വന്നത്. അവിടെ ബില്ലിൽ ഇനിയിപ്പോൾ മറുപടി നൽകുമ്പോൾ, കാരണം ഈ IT മിഷൻ ഈ സർക്കാരിനുമായി ബന്ധപ്പെട്ട് സർക്കാർ ഈ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട ഡി അടക്കമുള്ള കാര്യങ്ങളിൽ മെസ്സേജ് അയക്കുമ്പോൾ ഈ INPRD എന്ന ഇൻഫർമേഷൻ ആൻഡ് PRD ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, ആ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഒരു ധാരണ ഉണ്ടായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ ഒരുപക്ഷെ വിശദീകരിച്ചേക്കാം. പക്ഷേ ഇതൊന്നുമല്ല. നമ്മൾ അതൊക്കെ മാറ്റിവെച്ചാൽ കൂടി ഒരു പൗരനെ സംബന്ധിച്ച്, ഓരോ ജീവനക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ ഹർജിയുമായി പോയ ആള് അതൊരു വ്യക്തിയല്ല. ആ വ്യക്തി ഒരുപക്ഷെ എന്തെങ്കിലും രാഷ്ട്രീയമോ ഉണ്ടായിരിക്കാം, അദ്ദേഹത്തിന്റെ സംഘടനയായിട്ട് ബന്ധപ്പെട്ട. അതിനേക്കാൾ ഉപരി ഈ വരുന്ന ഓരോ വ്യക്തിയുടെയും, ഞാനായാലും ബിനിലായാലും ഓരോ വ്യക്തികളുടെയും ഡേറ്റയാണ്, സ്വകാര്യതയെ സംബന്ധിച്ച ഒരു നിയമം ഈ രാജ്യത്ത് പാസ്സാക്കിയ ഒരു രാജ്യമാണ്, നിൽക്കുന്ന ഒരു രാജ്യമാണ്. അവിടെയാണ് കേന്ദ്ര സർക്കാർ ഇത് ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ എന്താണ്? ഇടതുപക്ഷം എന്നൊരു സർക്കാരാണ് ഭരിക്കുന്നത്. ഈ സർക്കാരാണ് കാലാകാലങ്ങളിലായി കേന്ദ്ര സർക്കാരിന്റെ ഡേറ്റ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ശക്തമായ വാദങ്ങൾ ഉന്നയിക്കുന്ന ഒരു സർക്കാരാണ്. ആലോചിക്കണം. ഡൽഹിയിലടക്കം പോയി സമരം ചെയ്തതിന്റെ ഒരു ഭാഗമൊക്കെ ഇതൊക്കെയായിരുന്നു. അതൊന്നും ആലോചിക്കാതെ ഇങ്ങനെ തത്വത്തിൽ ഇങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തുമ്പോൾ, ഇനിയിപ്പോൾ അടുത്ത ദിവസം കേസ് പരിഗണിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇക്കാര്യത്തിൽ എന്ത് സർക്കാരിന് മറുപടി നൽകാൻ കഴിയുമെന്നാണ് ബിനിലിന് തോന്നുന്നത്? പ്രതീക്ഷ, രണ്ട് കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടി വരും. ഈ സർക്കാർ ജീവനക്കാരുടെ ഫോൺ നമ്പറുകൾ അത് ഇത്തരത്തിൽ മെസ്സേജ് അയക്കാനായി നൽകുമ്പോൾ അതിന് മറ്റ് ആവശ്യങ്ങൾക്ക് ആ ഫോൺ നമ്പറുകൾ ഉപയോഗിക്കാൻ, അതായത് സർക്കാരിന്റെ മറ്റു വിവരങ്ങൾ കൈമാറാൻ ഈ ഫോൺ നമ്പർ ഉപയോഗിക്കാമെന്ന റൈറ്റ്, അതിനുള്ള അവകാശം കൂടി സർക്കാരിന് അവർ കൈമാറിയിട്ടുണ്ടോ ഇല്ലയോ, അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ സ്പാർക്കിന്റെ സൈറ്റിൽ ശമ്പളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി ഈ ഫോൺ നമ്പറുകളും മറ്റ് വ്യക്തി വിവരങ്ങളും കൈമാറുമ്പോൾ ആ ഫോൺ നമ്പറുകൾ മറ്റ് കാര്യങ്ങൾക്ക്, അതായത് സർക്കാരുമായി ബന്ധപ്പെട്ട മറ്റ് വിവരങ്ങൾ കൈമാറുന്നതിന് കൂടി അത് ഉപയോഗിക്കാനുള്ള പെർമിഷൻ അവർ നൽകിയിട്ടുണ്ടോ ഇല്ലയോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെ നൽകിയിട്ടുണ്ടെങ്കിൽ സർക്കാരിന് ആ കാര്യം പറഞ്ഞുകൊണ്ട് ഇതിൽ പിടിച്ചു നിൽക്കാൻ കഴിയും. അതല്ലാത്ത പക്ഷം സർക്കാർ വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഉദ്യോഗസ്ഥരുടെ ഫോൺ നമ്പറുകൾ ശേഖരിച്ചുകൊണ്ട് ഒരു സർക്കാർ സംവിധാനത്തിലൂടെയാണ് ഈ മെസ്സേജുകൾ പോയത് എങ്കിൽ സർക്കാരിന് അക്കാര്യങ്ങൾ കോടതിയിൽ ബോധ്യപ്പെടുത്താൻ കഴിയും. പക്ഷേ പുറത്തൊരു ഏജൻസിയുടെ, ഇപ്പോൾ ഹർജിക്കാരൻ ആരോപിക്കുന്നത് പോലെ പുറത്തേതെങ്കിലും സ്വകാര്യ PR ഏജൻസിയുടെ കയ്യിലേക്ക് ഈ മൊബൈൽ നമ്പറുകൾ കൊടുത്ത് CMOയുടെ പേരിൽ ഈ ബൾക്ക് മെസ്സേജുകൾ അയക്കാനുള്ള ഒരു അനുവാദമാണ് നൽകിയെങ്കിൽ സർക്കാർ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകും. കാരണം ഈ മൊബൈൽ നമ്പറുകളെല്ലാം മറ്റൊരു സംവിധാനത്തിലേക്ക് അല്ലെങ്കിൽ സ്വകാര്യ സംവിധാനത്തിലേക്ക് പോയി എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു എന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ
അത് ഗുരുതരമായി മാറുകയും ചെയ്യും.